السلام عليكم ورحمة الله وبركاته. الحمد لله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها، وهي تحت إشراف فهم القرآن على أيسر طريق. ماذا درسنا في الدرس الماضي؟ في أي صفحة كنا؟ في أي صفحة كنا؟ صفحة 214. 54. 254. ما شاء الله. فما أصبرهم على النار. അവിടെയല്ലേ നിർത്തിയത്? അപ്പൊ അബ്സിർ ബിഹി വാസ്മിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അബ്സിർ ബിഹി വാസ്മിയ നല്ല പോലെ കേട്ടു. ഇതിനാണ് ഞാൻ തഫ്സീറിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞത്, മലയാളത്തിൽ പരിഭാഷ ഇറക്കിയ കാര്യങ്ങളൊക്കെ. അബ്സിർ ബിഹി വാസ്മിയ എന്ന് പറഞ്ഞാൽ നല്ലപോലെ കേട്ടു, നല്ലപോലെ കേട്ടു, കണ്ടു എന്നാ. അവിടെ എത്തിയോ? ഇതാണ് അതുവരെ എത്തിയിട്ടില്ലല്ലോ. മസ്തറിന്റെ ഫോയില് രൂപത്തിന്റെ അവിടെ അല്ലേ? അവിടെയാണ് ചെയ്യേണ്ടത്. തൊഴിലാണ്. ആ, അതെവിടെയാണ്? ശരിബ. ഓക്കെ. ശരി. തംബീൻ ഷഫവി യഖൂലു കുല്ലു ത്വാലിബിൻ അന അഹ്സനു ത്തുല്ലാബി. طيب എന്നാ പറയുക. തംബീൻ ഷഫവി. ഷഫവി എന്താണ്? വായ കൊണ്ട് വായ കൊണ്ട് പറയാം എന്ന് പറഞ്ഞാൽ എഴുത്തല്ല പറച്ചില്. യഖൂലു കുല്ലു ത്വാലിബിൻ ഔ ത്വാലിബത്തിൻ, ഓരോ സ്റ്റുഡന്റും പറയുക. അന അഹ്സനു തുല്ലാബി എന്ത്? മുസ്തഅമിലൻ തമീസൻ മുനാസിബൻ, യോജിച്ച ഒരു തമീസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? അന അഹ്സനു തുല്ലാബി പറയണം. മുജ്തഹിദൻ, ഖുലുഖൻ ഔ മുജ്തഹിദൻ. പിന്നെ ബാക്കിമൻ രണ്ടുപേര് പറഞ്ഞു. ഖാരിഅൻ ഔ ഹാഫിളൻ. പറയോ? നമ്മള് പിന്നെ എന്താ പറയാ, അർത്ഥത്തിൽ പറയാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും നമ്മള് എന്താ പറയാ, ഖാരിഅൻ എന്ന് പറഞ്ഞാൽ നന്നായി വായിക്കുന്നവൻ, അങ്ങനെയാണ്. ഹാഫിളൻ നന്നായി ഹിഫ്ള് ചെയ്യുന്നവൻ. അപ്പൊ അതുപോലെ അതൊരു പ്രത്യേക സബ്ജക്റ്റിലാണ് പറയുന്നത് എന്നർത്ഥം. ഏത് വിഷയത്തിലാണോ അവിടെ പറഞ്ഞത് അതിലാണ് അവിടെ ഇഹ്സാനിയ്യത്ത് എന്ന് പറയുന്നത്, മേന്മ. അത്താസ്യ ലിത്തഅജ്ജുബി സിയഗതാൻ. എക്സ്ക്ലമേറ്ററി പ്രയോഗത്തിന് ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതിന് സീഗത്താൻ. സീഗ എന്ന് പറഞ്ഞാൽ രൂപം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ രൂപം. രണ്ട് രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഘടനയുണ്ട്. സീഗ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗ്രാമറിൽ സീഗ എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്റെ പരിവർത്തനം വന്ന് ഉപയോഗിക്കുന്ന ക്രമം എന്നൊക്കെയുള്ള അർത്ഥമാണ് സീഗ. സീഗത്താൻ രണ്ട് രൂപങ്ങളുണ്ട്. മാ അഫ്അലഹു
ഒന്നാണ്, അതാണ് ഒന്ന്. മാ അഫ്അലഹു, അത് നമ്മൾ മുമ്പ് ഏതോ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. മാ അജ്മലഹു എന്ന് പറഞ്ഞിട്ടൊരു മാഷ്മല. അതെ. ഇതിലെല്ലാം ഈ മൂന്നാമത്തെ സെമസ്റ്ററിലെല്ലാം അതിന് മുമ്പാണെന്ന് തോന്നുന്നു മാ അജ്മല എന്ന പ്രയോഗം പഠിച്ചിട്ടുണ്ട്. വ അഫ്അൽ ബിഹി, രണ്ടാമത്തേത് അഫ്അൽ ബിഹി എന്ന പ്രയോഗമാണ്. അഫ്അൽ ബിഹി, അപ്പൊ എല്ലാം ഫഅല കൊണ്ടുള്ള പ്രയോഗമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. നഹ്വ്, ഇനി പറയുന്നത് പോലെ മാ അജ്മല സയ്യാറത, മാ അജ്മല അസ്സയ്യാറത. അപ്പൊ എന്താണ്? നസ്ബ് ചെയ്തിട്ടാണ് പറയാ. മാ അജ്മല സയ്യാറത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തൊരു ബ്യൂട്ടിഫുൾ കാർ, ആ, ഭംഗിയുള്ള കാർ. എത്ര മനോഹരമായ കാറ്, എത്ര മനോഹരമായ കാറ്. മനോഹാരിതയ്ക്കാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. മാ അജ്മല എന്ന് പറയുമ്പം മാ വന്നിരിക്കുന്നത് അജ്മലയുടെ കൂടിയാണ്. അപ്പൊ ആ മനോഹാരിതയാണ് എന്ത് ചെയ്യുന്നത്? ആശ്ചര്യകരമാകുന്നത്. എത്ര മനോഹരമായ കാർ. രണ്ടാമത്തേത് പ്രയോഗം അജ്മിൽ ബിസ് സയ്യാറ. അജ്മിൽ ബിസ് സയ്യാറ എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? ആ, എത്ര മനോഹരമായ കാർ എന്ന് തന്നെയാണ്. അജ്മിൽ ബിസ് സയ്യാറ. അപ്പോ അജ്മല എന്ന് പറയുന്നതിന് പകരം അജ്മിൽ എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ അജ്മിൽ എന്ന് പറയുമ്പോൾ കർമ്മരൂപമാണെന്ന് വിചാരിക്കണ്ട. അജ്മലു എന്ന് പറയുമ്പോൾ എന്താണ്? സൂപ്പർലേറ്റീവ് ആണ്. പക്ഷെ ഇവിടെ ആ സൂപ്പർലേറ്റീവ്നെസ്സിനല്ല വരുന്നത്. അജ്മൽ, മാ അജ്മല എന്ന് പറയുമ്പോൾ എത്ര മനോഹരം. അജ്മിൽ ബി എന്ന് പറയുമ്പോൾ എത്ര മനോഹരം. ഈ കഴിഞ്ഞിട്ട് എന്തിനെയാണോ പറഞ്ഞേക്കുന്നത് അതിനെയാണ് ചെയ്യുന്നത്? മനോഹരമാക്കുന്നത്. അതിന്റെ മനോഹാരിതയാണ് ആശ്ചര്യമായി തീർന്നത്. ഫി തൻസീൽ, തൻസീൽ എന്ന് പറഞ്ഞാൽ ഫിൽ ഖുർആൻ. അബ്സിർ ബിഹി വ അസ്മി. അബ്സിർ ബിഹി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടാകും. അതാണ് അബ്സിർ ബിഹി എന്ന് പറഞ്ഞാൽ അവൻ എത്ര നന്നായി കാണുന്നവൻ, വാസ്മ്യ അവൻ എത്ര നന്നായി കേൾക്കുന്നവൻ. മനസ്സിലായില്ലേ? അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് പിശക് പറ്റും. അബ്സിർ എന്ന് കാണുമ്പോൾ സൂപ്പർലേറ്റീവ് രൂപമാണ്. പിന്നെ കമ്പാരിറ്റീവ് വേറെ എന്തുമായിട്ടെങ്കിലും കമ്പാരിസൺ ഉണ്ടോന്നൊക്കെ നോക്കും. അല്ലെങ്കിൽ നന്നായി കേട്ടവൻ, നന്നായി കണ്ടവൻ എന്നൊക്കെ പറഞ്ഞു കളയാം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അബ്സിർ ബിഹി എന്ന് പറഞ്ഞാൽ അവൻ എത്ര നന്നായി കാണുന്നവൻ, വാസ്ന എത്ര നന്നായി കേൾക്കുന്നവൻ. അതേപോലെ അത് സൂറത്തുൽ കഹ്ഫിലാണ്. അസ്മി ബിഹിം വ അബ്സിർ, അസ്മി ബിഹിം വ അബ്സിർ, സൂറത്ത് മറിയമില്. അസ്മി ബിഹിം വ അബ്സിർ. അൽ ബഖറയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫമാ അസ്ബറഹും അലന്നാർ, മാ അസ്ബറഹും അലന്നാർ. അതിന്റെ അർത്ഥം വരുമ്പോ അപ്പൊ എന്തായിരിക്കും അർത്ഥം? അസ്ബറ എന്ന് പറഞ്ഞ എന്താണ്? സഹനശീലനായി. സബർ, സബർ, സഹനശീലത. ഫമാ അസ്ബറഹും എന്ന് പറഞ്ഞാൽ അലന്നാർ, നരകത്തിന്റെ മേൽ എത്ര നന്നായി ക്ഷമിക്കുന്നവരാണ് അവർ. മലയാളത്തിൽ പറഞ്ഞാൽ അവരെ തൊലിക്കെട്ടി അപാരം തന്നെ. നരകത്തിൽ കിടക്കാനുള്ള അവരുടെ തൊലിക്കെട്ടി അപാരം തന്നെ എന്ന് പറയുന്നത് പോലെയാണ്. മാ അസ്ബറഹും അലന്നാർ, നരകത്തിൽ വസിക്കാൻ ഉള്ള സഹനം എത്രത്തോളമാണ് അവരത്. നരകത്തിൽ കിടക്കാനുള്ള സഹനശേഷി എത്രത്തോളമാണ് അവരത്. ഭയങ്കര തൊലികെട്ടിയല്ല എന്ന് പറയുന്ന പോലെയാണ്.
അതുപോലെ മുന്നത്തെ പോലെ അസ്മിയ ബിഹിം അബ്സർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിരിക്കും? അവരെ കുറിച്ച് അള്ളാഹ് ഏറ്റവും എത്ര നന്നായി കേൾക്കുന്നവനും എത്ര നന്നായി കാണുന്നവനുമാണ്. അത് നമ്മൾ അസ്മിയും അബ്സറും വരുന്നത് അള്ളാഹെ സംബന്ധിച്ചായിരിക്കുമല്ലോ വരുന്നത്. ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് കിട്ടിയാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. യോമയത്തൂനന യോമയത്തൂൻ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. فويل للذين كفروا സത്യനിഷേധികൾക്ക് നാശം മിൻ മഷ്ഹദി യൗമിൻ അളീം, ആ ഭയങ്കരമായ ദിവസത്തിന്റെ സാക്ഷ്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ സന്നിഹിതരാകുന്ന അവസ്ഥയിൽ. അസ്ന ബിഹിം ബാബസിർ, അവരെ കുറിച്ച് അവൻ എന്താണ് എത്ര നന്നായി അല്ലല്ല ഇങ്ങനെയല്ല, കാരണം ഇവിടെ അള്ളാഹെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വയലുല്ലദീന കഫറു, സത്യനിഷേധികൾക്ക് നാശം മിൻ മഷ്ഹദി യൗമിൻ അളീം, ആ ഭയങ്കര ദിവസത്തിന്റെ ആ എന്താ പറയാ സന്നിഹിതരാകുന്ന അവസ്ഥയിൽ. അസ്മിയ ബിഹിം, അവർ എത്ര നന്നായി കാണുന്നവരാണ് അന്ന്. ആ മഷ്ഹദ് എന്ന് പറയുമ്പോ അവിടെ സന്നിഹിതരാകുന്ന അവസ്ഥയിൽ മലയാളത്തിൽ എന്താ പറയും? ഷഹിദ സാക്ഷ്യമായി. മഷ്ഹദ് എന്ന് പറയുമ്പോ എന്താണ്? മഷ്ഹദ് എന്ന് പറഞ്ഞാൽ ഇസ്മു മക്കാനാണ്. ഇസ്മു മക്കാൻ, വഹിക്കലല്ല, ഇസ്മു മക്കാൻ. മക്കാൻ സ്ഥലം, സ്ഥലം, സാക്ഷ്യം വഹിക്കുന്ന സ്ഥലം. മഷ്ഹദി യൗമിൻ, ആ യൗമിൻ അളീം, ഭയങ്കരമായ ദിവസത്തിന്റെ സന്നിഹിതരാകുന്ന അവസ്ഥ. അല്ലെങ്കിൽ മഷ്ഹദ് എന്ന് പറയുമ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഷഹീദ സാക്ഷ്യം വഹിച്ചു അല്ലെങ്കിൽ ഹാജരായി, ഷാഹിദ് സാക്ഷിയാകുന്നവൻ. അപ്പൊ സാക്ഷിയാകുന്ന അവസ്ഥ എന്ന് പറയുമ്പം ആ മഷ്ഹദ്, ആ സന്ദർഭത്തിലുള്ള അവസ്ഥ. ഷഹാദത്തിന് എന്താണ്? ഷഹാദത്ത് എന്താ അർത്ഥം? സാക്ഷ്യം. ഷഹാദത്തിന്റെ അർത്ഥം എന്താ? സാക്ഷ്യം. സാക്ഷ്യമാണ്. നമ്മൾ ഷഹാദത്ത് കലിമ അറിയൂലേ? ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാ പിന്നെ രക്തസാക്ഷിയാവുന്ന കലിമയാ. നമ്മൾ ചിലപ്പം എല്ലാ ഷഹാദത്തിനും രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ
അസ്മി ബിഹിം എന്നാണ് അമാനുവരുടെ തഫ്സീർ നോക്കുക. അവർ നമ്മുടെ വരത്ത് വരുന്ന ദിവസം അവർക്ക് എന്തൊരു കാഴ്ചയാണ്, അവർക്ക് എന്തൊരു കാഴ്ചയും കേൾവിയുമാണ്. അസ്മിയ ബിഹിം അവർ ആരെ കുറിച്ചാ പറയുന്നത്? ബി ചേർത്തിട്ട് ആരെ കുറിച്ചാ പറയുന്നത്? അള്ളയെ കുറിച്ചല്ല പറയുന്നത്. വൈരുല്ലദീന കഫറു സത്യനിഷേധികൾക്ക് മഹാനാശം എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ലില്ലദീന കഫറു മിൻ മഷ്ഹദി യൗമിൻ അളീം. ഒരു ദിവസത്തിന്റെ സാന്നിധ്യത്താൽ വമ്പിച്ച നാശം എന്നാണ് അതിൽ പരിഭാഷ കൊടുത്തിരിക്കുന്നത്. അവർക്കിടയിൽ നിന്ന് കക്ഷികൾ ഭിന്നിച്ചുണ്ടായി. അപ്പോൾ അവിശ്വസിച്ചവർക്കത്രേ ഭയങ്കരമായ ഒരു ദിവസത്തിന്റെ സാന്നിധ്യത്താൽ വമ്പിച്ച നാശം എന്നാണ് പരിഭാഷ ചെയ്തിരിക്കുന്നത്. മിൻ മഷ്ഹദി യൗമിൻ അളീം, ആ ഭയങ്കര ദിവസത്തിന്റെ സന്നിഹിതരാകുന്ന അവസ്ഥയിൽ അവർക്ക് എത്ര നാശം, അവർക്ക് നാശം. എന്നിട്ട് എന്താ പറഞ്ഞത്? അസ്മിയ ബിഹിം, അവരെത്ര നന്നായി കാണുന്നവരാണ്. വാബസിർ, എത്ര നന്നായി എത്ര നന്നായി കേൾക്കുന്നവരാണ്, എത്ര നന്നായി കാണുന്നവരാണ്. യൗമ യഅ്തൂനന, നമ്മുടെ അടുക്കൽ അവർ വരുന്ന ദിവസം. അവര് ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ബോധം ഉണ്ടായിരുന്നില്ല. അവര് ഒന്നും ചിന്തിക്കാതെ താന്തോന്യങ്ങളായി ജീവിക്കുകയായിരുന്നു. അസ്മിയ ബിഹിം വാബസിർ യൗമ യഅ്തൂനന, നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം അവരെത്ര നന്നായി കാണുന്നവർ, എത്ര നന്നായി കേൾക്കുന്നവർ, അവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ശരിയായ ട്രാൻസ്ലേഷനിൽ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്, ഒരു ടീം തയ്യാറാക്കുന്നതാണ്. പണ്ഡിതന്മാർ ഇരുന്ന് എത്രയോ വർഷങ്ങൾ ഇരുന്ന് തയ്യാറാക്കുന്നതാണ്. അതേപോലെ ഫമ അസ്ബറഹും അലന്നാർ ബഖറയില് മാ അസ്ബറഹും, അവരുടെ സഹനം അപാരം തന്നെ, അലന്നാർ നരകത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ നരകത്തിലുള്ള എന്ന് പറഞ്ഞാൽ നരകത്തിൽ വസിക്കാനുള്ള. നൂറ്റി 75ാമത്തെ സൂക്തത്തിന്റെ പരിഭാഷ: സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരാകുന്നു അവർ. ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ ഫമാ അസ്ബറഹും അലന്നാർ. ഇതാ അർത്ഥം കൊടുത്തിരിക്കുന്നത്. നരകശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്ക് എന്തൊരു ക്ഷമയാണ്. അവരുടെ ക്ഷമ അപാരം തന്നെയെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കൃത്യമായി വായിക്കുമ്പോൾ, കൃത്യമായി അർത്ഥം വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അർത്ഥം കിട്ടും. അപ്പൊ നമ്മൾ എന്തൊരു ക്ഷമയാണെന്നൊക്കെ ഒരു പരിഭാഷ എഴുതിയാൽ നമുക്കത് മനസ്സിലാവില്ല. ഇത് ഫമാ അസ്ബറ, അത് ആശ്ചര്യകരമായ പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാവൂ. ഓക്കെ. തഅജ്ജബ മിമ്മാ യഅതി, തഅജ്ജബ് മിമ്മാ യഅതി മുസ്തഅമിലൻ ഫിഅലൈ തഅജ്ജുബ്, മുസ്തഅമിലൻ ഫിഅലൈ തഅജ്ജുബ്. എന്താ അർത്ഥം? തഅജ്ജബ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യം പ്രയോഗിക്കുക, ആശ്ചര്യകരമായി പ്രയോഗിക്കുക, അല്ലെങ്കിൽ അത് പറയുക, ആശ്ചര്യം പ്രകടിപ്പിക്കുക. മിമ്മാ യഅതി, വരുന്നതിൽ നിന്നും. മുസ്തഅമിലൻ, ഉപയോഗിച്ചുകൊണ്ട്. ഫിഅലൈ തഅജ്ജുബ്, ഫിഅലൈ എന്ന് പറഞ്ഞാൽ ഫിഅലൈനി തഅജ്ജുബ് എന്ന് പറഞ്ഞാൽ തഅജ്ജുബിലേക്ക് ഇളാഫ ചെയ്യുമ്പോൾ എന്താവും? നാബോ. രണ്ട് തഅജ്ജുബിന്റെ, ആശ്ചര്യകരമായ പ്രയോഗത്തിന്റെ രണ്ട് ക്രിയകൾ ഉപയോഗിച്ചുകൊണ്ട്.
അപ്പൊ മാ അജ്മലയും അല്ലെങ്കിൽ മാ അഫ്അലയും അഫ്ഇൽ ബിഹിയും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സെന്റൻസിനെ മാറ്റി എഴുതുക. ഒന്നെന്താണ്? കസ്റത്തുൻ നുജൂം, നുജൂമിന്റെ ആധിക്യം. എങ്ങനെ പറയും? അക്സറ മാ ആ. അക്സറ മാ അക്സറ നുജൂമ നുജൂമ, ما أكثر النجوم നുജൂമ. മാ അജ്മല സയ്യാറത്ത് എന്നല്ലേ പറഞ്ഞത്? അതേപോലെ മാ അക്സറ അന്നുജൂമ, മാ അക്സറ അന്നുജൂമ. പിന്നെ അഫ്ഇൽ ബിഹി പറഞ്ഞാൽ له അക്സിർ ബിൻ നുജൂം, അക്സിർ ബിൻ നുജൂം. അവിടെ മാ ഇല്ലെന്നേ ഉള്ളൂ. മായ്ക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പുറത്ത് ബി വരുന്നുണ്ട്. അക്സിർ ബിൻ നുജൂം. അസാനി സുഹൂലത്തിൽ ലുഗത്തിൽ അറബിയ. എന്താ പറയണം? സുഹൂലത്തിൽ ലുഗത്തിൽ അറബിയ. നമുക്ക് ആശയമാണ് തന്നിരിക്കുന്നത്, വാക്കല്ല തന്നിരിക്കുന്നത്. أسهل ما أسهل ما آه. أسهل മാ അസ്ഹല അല്ലുഗത്ത അൽ അറബിയത്ത. العربية ലോകത്തിന്റെ വിശേഷണമായിട്ടാണ് അറബിയത്ത് വരുന്നത്. അപ്പൊ മാ അസ്ഹല ലുഗത്ത അൽ അറബിയത്ത. രണ്ടാമത്തേത് أسهل അസ്ഹിൽ ബിൽ ലുഗത്തിൽ അറബിയ, بالعربية അസ്ഹിൽ ബിൽ ലുഗത്തിൽ അറബിയ. അസാലിസ് ബഅദു സമാഇ, ബഅദു സമാഇ. بعد ما أبعد മാ അബഅദ السماء അസ്സമാ السماء സമാഅ. പിന്നെ അഫ്ഇൽ ബി പറഞ്ഞാൽ أبعد അബഅദ് ബിസ്സമാഇ. الرابع حسن اللبن. ما ما حسن أحسن اللبن لبن നല്ല ما أحسن اللبن ഇവിടെ ലബനം എന്ന് ഉപയോഗിക്കുന്നത് മോരിനല്ല, പാലാണ്. പാല്. ഈ ലബന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ പോയി ലബന് വാങ്ങിയാല് മോരായിരിക്കും കിട്ടുക. ഇവിടെ ലബൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഖുറാനിൽ ലബൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം പാലിനാണ്. ആധുനികമായ ഉപയോഗത്തില് ലബന് തൈരാണ്, തൈരല്ല മോരാണ്. പിന്നെ പാലിന് എന്താ പറയുക ഡോക്ടർ? ഹലീബ്. ഹലീബ് എന്നാണ് പാലിന് പറയാ. അത് നമ്മൾ ഈ കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. ഓക്കെ, എന്ത് പറയാ അപ്പൊ? ഹസ്നുൽ ലബനി, പാലിന്റെ മേന്മ. ما أحسن اللبن മാ അഹ്സനു അല്ല, أحسن اللبن മാ അഹ്സന, മാ അഹ്സന ലബന. രണ്ടാമത്തത് أحسن أحسن باللبن ബില്ലബനി, അഹ്സൻ ബില്ലബനി. അടുത്തത് ഖുർബുൽ ഇംതിഹാൻ. ഖുർബുൽ ഇംതിഹാൻ എന്താ അർത്ഥം? പരീക്ഷയുടെ പരീക്ഷയുടെ സാമീപ്യം, പരീക്ഷയുടെ സാമീപ്യം. പാഠം എത്രയായി? പാഠം 30 ഇനി 2-3 പാഠം കൂടെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു പാഠങ്ങളാ, 4 ഉണ്ട്. ഇങ്ങോട്ടങ്ങോട്ട് പോകുന്നവരും ഓരോ പേജ് 2 പേജ് വീതമുള്ള പാഠങ്ങൾ. അപ്പം എന്ത് പറയും? ما أحس أقرب ما آه. أقرب മാ അഖ്റബൽ أقرب الامتحان امتحان മാ അഖ്റബൽ ഇംതിഹാന. പരീക്ഷ എത്ര അടുത്തെത്തി? എത്ര അടുത്താണ്? അടുത്തത് أقرب بامتحان അഖ്രിബ് ബിൽ ഇംതിഹാനി. അഖ്രിബ് ബിൽ ഇംതിഹാൻ, 2 ഭാഗങ്ങൾ ചേർത്ത് പറയുമ്പോ അഖ്രിബ് ബിൽ ഇംതിഹാൻ. ഇംതിഹാന് ഇപ്പോഴുപയോഗിക്കുന്ന ഇഖ്തിബാർ എന്നാണ്. ഇഖ്തിബാർ, പരീക്ഷ. ആ ഇഖ്തിബാർ തന്നെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കും. പല പരീക്ഷണശാലയ്ക്ക് മുഖ്തബർ എന്ന് പറയും. മുഖ്തബർ, ലാബ്. അതെ, ലബോറട്ടറി, പരീക്ഷണശാല. അപ്പൊ അത് കഴിഞ്ഞു. അൽ-ആശിർ തഅമ്മൽ മിസാല സുമ്മ അദ്ഖിൽ മിൽഅ. മിൽ ഉപയോഗിക്കണം.
في 5 جمل على غراره. എന്ത് ചെയ്യണം? അതുപോലുള്ള എന്ത് ചെയ്യണം? 5 സെന്റൻസ് പറയണം. ഉരീദ് മിൽഅ കഫിൻ സുക്കറൻ. അപ്പൊ എനിക്ക് കഫ് എന്ന് പറഞ്ഞാൽ എന്താ? കപ്പ് കൈക്കുമ്പിളല്ലേ? കപ്പല്ലേ? കൈക്കുമ്പിൾ. കൈക്കുമ്പിൾ. കപ്പല്ല, അത് കൂബാണ്. കൂബ് അതെ. അത് കൂബാണ്, കപ്പ്. ഇത് കഫ് എന്ന് പറഞ്ഞാൽ കഫ് ഖുറാനിൽ വായിച്ചിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഇല്ലാ കബാസതി കഫൈഹി ഇലൽ മാഇ. കഫ്. അപ്പൊ എന്താ? ഉരീദ് മിൽഅ കഫിൻ സുക്കറൻ. എനിക്ക് ഒരു കൈക്കുമ്പിൾ പഞ്ചസാര വേണം. അപ്പൊ വേറെ എന്തെങ്കിലും പറയും? 5 എണ്ണം പറയും. ഉരീദ് മിൽഅ കഫിൻ. കഫ് തന്നെ വേണമെന്നില്ല. മിൽഅ കൂബൻ. എന്ത്? മാഅൻ. ലബനൻ മാഅൻ. എനിക്ക് ലബന് വേണ്ട, മാ മതി. ഡോക്ടർ പറയും പാല് കുടിക്കരുതെന്ന് പറയുന്നത്. ആണോ ഡോക്ടറെ? എല്ലാ ഡോക്ടർമാരും പറയുന്നത് പാല് കുടിക്കരുതെന്ന്. കാരണം പാല് 3 വയസ്സ് വരെയാണ് പാലിന്റെ എന്താ പറയാ പശുവിന്റെ കുഞ്ഞ് കുടിക്കുക. 3 വയസ്സം വരെ കുടിക്കുക, 1 വർഷം കുടിക്കുള്ളൂ അല്ലേ? കുട്ടികൾക്ക് 2 വർഷം വരെയാണ് പാല് കൊടുക്കുക. പാൽ ചായ കുടിക്കൂലേ? പാൽ ചായ കുടിക്കൂലേ? എല്ലാം സ്റ്റോപ്പ് ചെയ്ത്. ഏത് ഡോക്ടറിന് എടുത്താലും പാല് കംപ്ലീറ്റ് ഒഴിവാക്കാന്ന് പറയുന്നത്. പാലിന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദഹനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ മില്ല് എന്ന് പറയുമ്പോ നിറച്ച് ഒരു കൈക്കുമ്പിൾ നിറച്ച് ഇത് വേണമെന്നല്ലേ ഇതിന്റെ? അതെ, നിറഞ്ഞ് ഒരു കൈക്കുമ്പിൾ നിറയെ. മിൽഉൽ അർദി ദഹബൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി മിൽഉൽ അർദി ദഹബൻ. അവര് സത്യനിഷേധികൾ ഭൂമി നിറയെ സ്വർണം പകരമായി കൊടുത്താലും അവർക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ നോക്ക് അപ്പൊ മിൽ അസ്സമാവാത്തി പറയുമ്പോ എന്തായി? അവിടെ അതെ, ഇത് ഈ രീതിയല്ല പറഞ്ഞത്. ഈ രീതി മിൽ അസ്സമാവാത്തി പറഞ്ഞ അങ്ങനെയല്ല. മിൽ അൽ അർദി ദഹബൻ എന്ന് പറഞ്ഞത് ഈ രീതിയിലാണ്. മിൽ അൽ അർദി ദഹബൻ എന്ന് പറഞ്ഞത് ഈ രീതിയിലാണ്. സമാവാത്തി എന്ന് പറയുന്നിടത്ത് എന്താ അർത്ഥം? സമാവാത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് നിറയെ വേറൊന്ന് എന്ന് പറഞ്ഞില്ല. സമാവാത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകാശം നിറയെ എന്നാണ് പറഞ്ഞത്. മിൽഉൽ അർദി ദഹബൻ എന്ന് പറഞ്ഞപ്പോ എന്തായി? ശേഷമുള്ളതിനെ ജർ ചെയ്തു മിൽഉൽ അർദി എന്ന് പറഞ്ഞു. പിന്നെ എന്ത് വസ്തുവാണെന്ന് പറഞ്ഞു? ഭൂമി നിറയെ മറ്റത് സ്വർണം എന്ന് പറഞ്ഞു അല്ലേ? ഒരു മിൽഎ ഒന്നുള്ളൂ. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാറുൻ ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ. ഇന്നല്ലദീന കഫറു സത്യനിഷേധികൾ, വമാതു നിഷേധിച്ചവർ, വമാതു വഹും കുഫാറുൻ സത്യനിഷേധികളായി മരിക്കുകയും ചെയ്തവർ, ഫലൻ യുഖ്ബല മിൻ അഹദിഹിം അവരിൽ ഒരാളിൽ നിന്നും സ്വീകരിക്കുകയില്ല മിൽഉൽ അർദി ദഹബൻ ഭൂമി നിറയെ സ്വർണം.
വലവിഷ്തദാബിഹി, അത് മുഖേന അവര് പ്രായശ്ചിത്തം നൽകിയാൽ പോലും. പദപ്രയോഗമാണത്. തയ്യിബ്, അതോടുകൂടി പാഠം തീർന്നാൽ നിങ്ങൾ കൂടുതൽ എഴുതുക. ഇങ്ങനെ പറയാൻ പറ്റും, ഉരീദു മിൽ അക്കീസിൻ ദഖീഖിൻ. മിൽ ഇന്നല്ല, ഉരീദു മിൽ അക്കീസിൻ ദഖീഖിൻ. ദഖീഖ് എന്ന് പറയാൻ പറ്റില്ല. എന്താ നിറയെ, എന്ത് നിറയെ? നിറയ്ക്കാനുള്ള വസ്തു ആദ്യം, നിറയ്ക്കാനുള്ള അളവ് ആദ്യം പറയണം. മിൽ കഫ് എന്ന് പറഞ്ഞപ്പം കൈക്കുമ്പിൽ നിറയെ, മിൽ കൂബിൻ എന്ന് പറഞ്ഞപ്പം കപ്പ് നിറയെ, മിൽ ഉൽ അർദി എന്ന് പറഞ്ഞപ്പം ഭൂമി നിറയെ, മിൽ ഉൽ അർദി ദഹബൻ, അല്ലെങ്കിൽ മിൽ ഉ കഫിൻ സുക്കറൻ, സുക്കറൻ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അളക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ അളക്കുക? ലിറ്റർ വെച്ച് അളക്കാം. ലിറ്റർ വെച്ച് അളക്കുക. അളന്നാൽ മിൽ ഉ ലിറ്ററിൻ ദഖീഖൻ, മാവ്. طيب ننتقل إلى الدرس الحادي وثلاثين. الدرس الحادي وثلاثون. പാഠം 31. പാഠം 31ലേക്ക് പോകുന്നതിന് മുമ്പ് പാഠം 31ന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അത് നോക്കിയിട്ട് പാഠം വായിക്കുന്നത് എളുപ്പമായിരിക്കും. ദിസ് ലെസൺ വി ലേൺ ദ ഫോളോയിങ്. ഇതെന്താ? അൽ ഹാലാണ് പറയുന്നത്. ഹാല് അറിയാമല്ലോ. കൈഫൽ ഹാൽ എന്ന് ചോദിക്കുമ്പോ ഹാല് അവസ്ഥ. ബിലാലുൻ റാക്കിബൻ. ബിലാൽ എങ്ങനെ വന്നു? റാക്കിബൻ, വാഹനത്തിൽ കയറിയവനായ നിലയിൽ. റക്കിബ, വാഹനത്തിൽ കയറി. വാഹനത്തിൽ കയറി, അല്ലെങ്കിൽ മരത്തിൽ കയറി, ഇതിലൊക്കെ എന്താ പറയാ, മലയിൽ കയറിയതിനൊക്കെ റക്കിബ എന്നാണ് പറയുക. പൊതുവിൽ വാഹനത്തിൽ കയറിയതിനാണ് റാക്കിബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ജാ ബിലാലുൻ റാക്കിബൻ, അയാൾ വാഹനത്തിൽ കയറിയവനായ നിലയിൽ വന്നു. അപ്പോ ഇവിടെ എന്താണ്? ഇതിന്റെ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണം. എന്തൊക്കെ പാർട്ടാണ്? പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ, ഓരോ പാർട്ടിന്റെയും ഇന്ന് എന്ത് പറയും. ഇത് പറഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ജാ എന്ന് പറഞ്ഞ എന്താണ്? അതൊരു ഫിഅലാണ്. ഇറ്റ് ഈസ് എ വെർബ്. ജാ ഫിഅലാണ്. ബിലാൽ എന്താണ്? ഇവിടെ നമ്മൾ ഹാലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹാലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ വന്ന ഫിഅല് തന്നെയാണ്. ബിലാൽ ആരാണ്? ആരുടെ അവസ്ഥയാണ് പറയുന്നത്? അതാണ് ബിലാൽ. ആരുടെ അവസ്ഥയാണ് പറയുന്നത്? ബിലാലിന്റെ അവസ്ഥയാണ് പറയുന്നത്. അതിനെന്ത് പറയും? സാഹിബുൽ ഹാൽ. സാഹിബുൽ ഫീൽ നമ്മൾ പഠിച്ചല്ലോ, അങ്ങനെക്കാരൻ. അപ്പോ സാഹിബുൽ ഹാൽ, ആരുടെ അവസ്ഥയാണോ പറയുന്നത് അതാണ് സാഹിബുൽ ഹാൽ. റാക്കിബ് എന്താണ്? ഹാല്. എന്തവസ്ഥയാണ് പറയുന്നത്? അത് ഹാല്. അപ്പൊ 3 സംഗതികളാണ് ഇതിൽ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കിയിരിക്കേണ്ടത് ഹാല് പറയുമ്പോൾ. ഒന്ന് ഫെയില്, പിന്നൊന്ന് സാഹിബുൽ ഹാൽ, മറ്റത് മൂന്നാമത്തേത് ഹാല്. പിന്നെന്താണ് ഈ ഹാൽ എന്ന് പറഞ്ഞാൽ? ഒരു സെന്റൻസ് വന്നപ്പോ എങ്ങനെ ബിലാൽ റാക്കിബൻ, ബിലാല് വാഹനത്തിലേറിയവനായ നിലയിൽ വന്നു. ബിലാൽ റാക്കിബൻ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഹൗ എന്ന് ചോദിച്ചു. എങ്ങനെ വന്നു? ബിലാൽ വന്നു. എങ്ങനെ വന്നു? വണ്ടി വന്നു. അപ്പൊ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്ത്? ഹാല്. ഹാൽ ഈസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ കൈഫ or how. In answer to the question കൈഫ ജാ ബിലാലുൻ എന്ന് പറയുന്നത് പോലെ, കൈഫ ജാ ബിലാലുൻ,
ബിലാൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒരാൾ എന്ത് പറയും? ജാ റാക്കിബൻ എന്ന് പറയും. റാക്കിബൻ അയാൾ വണ്ടിയിൽ വന്നു. റാക്കിബൻ ആ ജാഅത്നി അത്തിഫ്ലത്തു ബാക്കിയത്തൻ. ജാഅത്നി അത്തിഫ്ലത്തു ബാക്കിയത്തൻ. ഇതായിരിക്കും അർത്ഥം. കുട്ടി എന്റെ അടുക്കൽ, ജാഅത്നി എന്റെ അടുക്കൽ വന്നു, അത്തിഫ്ലത്തു പെൺകുട്ടി, ബാക്കിയത്തൻ. ബാക്കിയത്ത് എന്താണ്? ബക്ക കരഞ്ഞോണ്ട്. ആ കരഞ്ഞുകൊണ്ട്. അപ്പൊ കുട്ടി കരയുന്നവളായ നിലയിൽ വന്നു. അപ്പൊ കുട്ടി വന്നു, എങ്ങനെ വന്നു? കരയുന്നവളായ നിലയിൽ. റജഅത്ത് ലാഹിഖത്തൻ. റജഅത്ത് അവൾ മടങ്ങി. മടങ്ങി. ലാഹിഖത്തൻ എങ്ങനെ മടങ്ങി? തിരിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് മടങ്ങി. എന്താണ്? ഹാലാണ്. വഹിബ്ബുൽ ലഹ്മ മശ്വിയൻ. ഹിബ്ബുൽ ലഹ്മ മശ്വിയൻ. എനിക്ക് ഇറച്ചി എന്താ, നിങ്ങളുള്ള ഇറച്ചിയാണ് ഇഷ്ടം? ഗ്രില്ലായിട്ടുള്ള ആ ഗ്രിൽഡ് ആണ്, ചുട്ടത്. ഷവായ ആ ഷവായ, മശ്വിയ. തീ കൊണ്ട് ചുട്ടത്. ഷവായ ഖുറാനിലുണ്ടല്ലോ. ആ, അതുണ്ട്. പറയുമ്പോ അത് ബക്ക നരകത്തെ കുറിച്ച് പറയുന്നില്ല. ആ യശ്വിൽ ഉജൂഹ്, യശ്വിൽ ഉജൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വഹിബ്ബുൽ ലഹ്മ മശ്വിയൻ വസ്സമക മഖ്ലിയൻ. അപ്പൊ എന്താണ് ഇവിടെ വഹിബ്ബു എന്നത്? എന്താണ്? ഫിഅലാണ്. ലഹ്മ എന്താണ്? സാഹിബുൽ ഹാലാണ്. മശ്വിയൻ എന്താണ്? ഹാലാണ്. ആ അതേപോലെ വസ്സമക മഖ്ലിയൻ. അപ്പൊ അതിന്റെയും ഫിഅല് വഹിബ്ബു എന്നതാണ്. സമക്ക് എന്താണ്? സാഹിബുൽ ഹാലാണ്. മഖ്ലിയൻ ഹാലാണ്. അപ്പൊ മഖ്ലിയൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ്, എണ്ണയിൽ മുക്കി പൊരിച്ചത്. അതിന്റെ വേർഡ് കലയാണ്. അതിന്റെ കലായക്കല്. ഹദായഹദിയ പോലെ. വൽ ബൈദ, ബീദ് എന്ന് പറയല്ലേ, ബീദ് അത്. വൽ ബൈദ മസ്ലൂഖൻ. പുഴുങ്ങിയതാ? ആ പുഴുങ്ങിയതാണ്. അതെ അതെ, മസ്ലൂഖ്. വെള്ളത്തിൽ മുക്കി വേവിച്ചത് മസ്ലൂഖ്. എല്ലാം വന്ന്, തീയിൽ ചുട്ടതും വന്നു, പുഴുങ്ങിയ മുട്ടയും പൊരിച്ചത്, എണ്ണയെ മുക്കി പൊരിച്ചതും വന്നു, വെള്ളത്തിൽ മുക്കി വേവിച്ചതും വന്നു, മസ്ലൂഖ്. അപ്പൊ ബൈദ് എന്താണ്? സാഹിബുൽ ഹാൽ. മസ്ലൂഖ് ഹാല്. ഓക്കെ, ഹാല്. സ്ഥലവും ഇതായിട്ട് ബന്ധമില്ലല്ലേ ഈ മക്കാന്റെ മക്കാനും മഫ്ഊലും തമ്മിൽ കണക്ഷൻ ഉണ്ട് കേട്ടാ. അത് നമുക്ക് പിന്നീട് വരും. അപ്പം അത്ര നിൽക്കട്ടെ. ബാക്കി നമുക്ക് പാഠത്തിലേക്ക് പോയില്ലെങ്കിൽ എല്ലാം മറന്നു പോകും. ഓക്കെ, الدرس 31
المدرس ما لك متعبا يا أحمد ما لك متعبا ما لك എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്കെന്ത് പറ്റി? നിനക്ക് നിനക്ക് എന്ത് പറ്റി മുതഅബൻ യാ അഹ്മദ്. അപ്പൊ മുതഅബൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഹാലാണ്. അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് നമുക്ക് വരും. മുതഅബൻ ക്ഷീണിതനാണ്, ക്ഷീണിച്ച അവസ്ഥയിലാണ് നീ. യാ അഹ്മദ്, അഹ്മദ് നീ ക്ഷീണിച്ച അവസ്ഥയിലാണല്ലോ, നിനക്ക് എന്ത് പറ്റി? അഹ്മദ് സമയത്തു റനീൻ അൽ ജറസി വാന ഫി ഗുർഫത്തി വാന ഫി ഗുർഫത്തി. അത് നമ്മള് പിന്നീട് വരുന്ന ഒരു സംഭവം കൂടെ ഉണ്ടാകുക. സമയത്തു റനീൻ അൽ ജറസി. റനീൻ എന്താണ്? ബെല്ല്. റിംഗിങ്, റിംഗിങ്, റനീൻ റിംഗിങ്, ജറസ് ബെല്ല്. ജറസ് ബെല്ല്, ബെല്ലടിക്കുന്നത്. ബെല്ലിന്റെ മുഴക്കം ഞാൻ കേട്ടു. വഅന ഫീ ഗുർഫത്തി. അപ്പൊ എന്താണ്? ഞാൻ റൂമിലായിരുന്നു. വഅന ഇവിടെ ഹാല് പറയാൻ വേണ്ടി വാവ് ഉപയോഗിച്ചിട്ടാണ് ഹാല് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നുള്ള പിന്നീട് വിശദീകരിക്കും. വഅന ഫീ ഗുർഫത്തി ഞാൻ എവിടെയായിരുന്നു? എന്റെ റൂമില്. റൂമിലായിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ എന്ത് ചെയ്തത്? സമയത്തു അൽ ജറസ ബെല്ല് കേട്ടത്, ബെല്ലിന്റെ റിംഗിങ് കേട്ടത്, ബെല്ലിന്റെ റിംഗിങ് കേട്ടത്. വഅന ഫീ ഗുർഫത്തി ഞാൻ റൂമിലായിരിക്കുന്ന അവസ്ഥയിലാണ്. റൂം എവിടെയാ? മഹ്ജയിലാണ്, ഹോസ്റ്റലിലാണ്. വജഅതു മുസ്രിഅൻ, വജഅതു മുസ്രിഅൻ ഞാൻ വന്നു. എങ്ങനെ വന്നു? വന്നു. വേഗത്തിൽ വന്നു. മുസ്രിഅൻ അസ്റഅ യുസ്രിഉ, മുസ്രിഅ അസ്റഅ വേഗത കാണിച്ചു, വേഗത്തിലാക്കി. അപ്പൊ ജഅതു ഞാൻ വന്നു, മുസ്രിഅൻ വേഗത്തിൽ. അപ്പൊ ഫിഅലും സാഹിബുൽ ഫിഅലും ഹാലും ഏതൊക്കെയാണ്? ജിഅതു എന്നതിൽ തന്നെ നമ്മൾ പഠിച്ച ക്രമത്തിൽ നോക്കിയാൽ ജിഅതു എന്നതിൽ തന്നെ ക്രിയയുണ്ട്. ജിഅതുവിനകത്തുള്ള അനയാണ് അവിടെ സാഹിബുൽ ഹാൽ. ജിഅതുവിലുള്ള അനയാണ് സാഹിബുൽ ഹാൽ, ഞാനാണ്. മുസ്രിഅൻ എന്നത് ഹാലാണ്. എങ്ങനെ വന്നു? ജിഅതു ഞാൻ വന്നു, എങ്ങനെ വന്നു? ഹൗ? മുസ്രിഅൻ വേഗത്തിലായിക്കൊണ്ട്. ഫതഅബതു, ഫതഅബതു തഅബ തഅബാനായി. തന്നെ തഅബാനായി, ക്ഷീണിച്ചു. തഅബ المدرس. أنا سمير. أين سمير؟ سمير ولا علي؟ ضاعت ساعته. ضاع നഷ്ടപ്പെട്ടു. ضاع ضاع നഷ്ടപ്പെട്ടു. ലാഅത്ത് സാഅത്തുഹു അവന്റെ വാച്ച് നഷ്ടപ്പെട്ടു. സാഅത്ത് ആയതുകൊണ്ടാണ് ലാഅത്ത് എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചത്. സാഅത്തുഹു അവന്റെ വാച്ച് നഷ്ടപ്പെട്ടു. ഫഖറജ യബ്ഹസു അൻഹ. ഫഖറജ അവൻ പോയി, പുറത്തുപോയി. യബ്ഹസു അൻഹ അതിനെ തിരയാൻ വേണ്ടി. തിരഞ്ഞുകൊണ്ടാണ് പോയത് കേട്ടോ. ഇത് ഹാലിന്റെ നേരത്തെ വഅന ഫീ ഗുർഫത്തി എന്ന് പറഞ്ഞത് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചു, നമ്മൾ വിശദീകരിക്കാനുണ്ട്. അത് വ എന്താണ്? വാവുൽ ഹാലാണ്. രണ്ടാമത്തേത് എന്താണ് ഇവിടെ? യബ്ഹസു അവിടെ ക്രിയ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. യബ്ഹസു അൻഹ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട്, സെർച്ച് ചെയ്തുകൊണ്ട്. ബഹസ എന്നത് ബഹസ സെർച്ച് ചെയ്തു. യബ്ഹസു അൻഹ അതിനെക്കുറിച്ച്, അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ട്, തിരഞ്ഞുകൊണ്ട് അവൻ പോയി. അപ്പൊ അവിടെയും അണ്ടർലൈൻ ചോദിച്ചേക്കും, അത് വിശദീകരിക്കും നമ്മൾ. അൽ മുദരിസ് വഅൈന സുഹൈറുൻ വഅസ്ദിഖാഉഹു. അല്ല, എന്താണ്? വസദീഖാഹു. വഅൈന സുഹൈറുൻ വസദീഖാഹു.
എന്താ സദിയക്കാഹു എന്ന് പറഞ്ഞത്? അവന്റെ ഫ്രണ്ട്. സദിയക്കാഹുവിന് എന്താ അത്ര നീട്ട് അലിഫ്? രണ്ട് രണ്ട് സഹോദരൻ, രണ്ട് സുഹൃത്തുക്കൾ. ഓ. യദാഹു തബ്ബത്ത് യദാ അബീ ലഹബിൻ, അവിടെ നൂന് പോയെന്ന് പറഞ്ഞില്ലേ? അതെ അതെ. അവിടെ നിങ്ങൾ പോക്കറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ കാണും യദാ എന്നുള്ളത് ഈസ് ഈക്വൽ ടു യദാനി, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ യദാനി ഉണ്ട്. ഇപ്പൊ ഞാൻ പോയതാണ്. യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ കൂടെ ഇളാഫത്ത് ചെയ്തപ്പോ ഞാൻ പോയതാണ്. അതേപോലെ സദീഖാഹു, ഹുവയിലേക്ക് ഇളാഫത്ത് ചെയ്തു. നമ്മളെ കിതാബ് ഹു എന്നൊക്കെ പറയുമ്പോൾ ഹുവയിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ് ഇത്, അവന്റെ പുസ്തകം. അപ്പൊ സദീഖാഹു, സദീഖാനിയെ ഹുവയിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്തായി? ഞാൻ പോവും. സദീഖാഹു, അവന്റെ രണ്ട് സുഹൃത്തുക്കളും, സുഹൈറും അവന്റെ രണ്ട് കൂട്ടുകാരോടെ. സദീഖ് സദീഖുണ്ടല്ലോ ഖുറാനില്. സദീഖ് ഖുറാനിൽ വായിച്ചില്ലേ? സദീഖാനി പ്ലസ് ഹുവ. പ്ലസ് ഹുവ. അപ്പൊ സദീഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂട്ടുകാരൻ. സുഹൃത്ത്. സദീഖ് ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ? ഔ സദീഖിക്കും മിൻ ബുയൂതി ആബായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ട് ഔ സദീഖിക്കും എന്നൊരു വാക്കുണ്ട്. ആ ആയത്ത് കണ്ടുപിടിച്ച് നോക്കും. ഓക്കെ. അഹമ്മദ് റഅയ്തുഹും ഖാരിജീന, റഅയ്തുഹും ഞാൻ അവരെ കണ്ടു. അപ്പൊ എങ്ങനെ ഇവിടെ ഹും ഉപയോഗിച്ചു? നേരത്തെ ദ്വിവചനമായിരുന്നു, ഇവിടെ എങ്ങനെ ഹും ഉപയോഗിച്ചത്? സുഹൈറും രണ്ട് കൂട്ടുകാരുമാണ്. അപ്പൊ എത്രയായി? മൂന്നായി. റഅയ്തുഹും ഞാൻ അവരെ കണ്ടു. ഖാരിജീന മിനൽ മത്അം, പുറപ്പെട്ട. അപ്പൊ എന്തുകൊണ്ടാ ഖാരിജൂന എന്ന് പറയുന്നത്? മത്താമോ? മഫ്ഊലും ബിഹി ആണോ ഇവിടെ? റഅയ്തു ഞാൻ കണ്ടു. ആരെ കണ്ടു? ഹുമ്മിനെ കണ്ടു. അപ്പൊ മഫ്ഊലും ബിഹി എന്താണ്? പുറപ്പെട്ട. മഫ്ഊലും ബിഹി ഹുമ്മാണ്. ഖാരിജീൻ എന്താ? പുറത്തു പുറപ്പെടുന്നത്. ജഅതു മുസ്രിഅൻ എന്ന് പറഞ്ഞു. ജഅതു ഞാൻ വന്നു. മുസ്രിഅൻ വേഗത്തിൽ വന്നു. മുസ്രിഅൻ എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്തത്? ഹാലായതുകൊണ്ട് നസ്ബ് ചെയ്തു. അതേപോലെ ഇവിടെ എന്താണ്? റഅയ്തുഹും ഖാരിജീന. ഖാരിജൂന എന്ന് പറഞ്ഞാൽ ലം ചെയ്യപ്പെട്ടതാണ്, റഫ്ആണ്. ഖാരിജീന എന്ന് പറഞ്ഞാൽ നസ്ബാണ്. അപ്പൊ ഹാലിന് നസ്ബാണ്. റഅയ്തുഹും ഖാരിജീന മിനൽ മത്അം, എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു? ക്യാൻറ്റീൻ. മത്അം യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ടാണ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞത്. മക്കഹ വേറെ, ക്യാൻറ്റീനിലെ വേറെ വാക്ക് മക്കഹ ആണോ? മക്കഹ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഗഹ്വ കുടിക്കുന്ന സ്ഥലം, കോഫി ഷോപ്പ്. കോഫി ഷോപ്പാണ്, പക്ഷേ കോഫി ഷോപ്പിനും ചിലപ്പോൾ എന്ത് ചെയ്യും? ഫുഡ് കൊടുക്കും. ശരിക്കും അവർക്ക് റെസ്റ്റോറന്റിന്റെ പെർമിഷൻ ഉണ്ടാവില്ല. അവിടുത്തെ നിയമത്തിൽ റെസ്റ്റോറന്റ് വേറെ പെർമിഷൻ വേണം. ബഫേക്ക് വേറെ പെർമിഷനാണ്, റെസ്റ്റോറന്റിന് വേറെ പെർമിഷനാണ്. ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല, നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഖാരിജീന മിനൽ മത്അം, മത്അം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു താമകിന്റെ സ്ഥലമാണ്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അപ്പൊ ഈ ക്യാൻറ്റീൻ ആകാം, നമ്മളെ വീട്ടിലാകുമ്പോ ഡൈനിങ് ഹാൾ ആകാം, റെസ്റ്റോറന്റ് ആകാം, റെസ്റ്റോറന്റ് ആകാം, എന്താകാം.
ലൈനിങ് കൊടുക്കണം എല്ലാം വാങ്ങാലോ. അൽ മുദരിസ് യഖ്റഅൽ ആയാത്തി അഹ്മദു യഖ്റഅൽ ആയാത്തി. ആയാത്തി എന്നൊന്നുകൂടെ പറഞ്ഞ്. ആയത്തിനെ ലൈൻ ഇലാഫത്ത് എല്ലാം ഹാലാണെന്ന് പറയുന്നത്. ഇലാഫത്തല്ലേ? ഇലാഫത്താണ്. ഈ രണ്ടും എന്താണ്? രണ്ടും നൗൺ ആകണം. ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടാമത്തെ നൗൺ ആകണം. വെർബാണ്. നീ വായിക്കൂ. ഇത് ഇതാണ്. ഇത് മഫൂൽ ബിഹി അല്ലേ? മഫ്ഊലുൻ ബിഹിയാണ്. യാ അഹ്മദു, അഹ്മദെ വായിക്കൂ, ആയത്തുകൾ വായിക്കൂ. യഖിഫു അഹ്മദു. അപ്പൊ എന്ത് ചെയ്തു അഹ്മദ്? ക്ലാസ്സിൽ എന്തായിരുന്നു വായിക്കാൻ പറഞ്ഞാല്? എണീറ്റിക്കും. എഴുന്നേറ്റിരിക്കും. യഖിഫു അഹ്മദു, അഹ്മദ് എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ യഖ്റ ജാലിസൻ. അപ്പോ ഉസ്താദ് പറഞ്ഞു, മുദരിസാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. യഖ്റ ജാലിസൻ. നീ വായിക്കൂ. മതി. എങ്ങനെ വായിക്കൂ? ജാലിസൻ. ജാലിസൻ ഹാലിന്. അപ്പം ഹാല്. അപ്പൊ ഹാല് ആയതുകൊണ്ട് നെസ്ബ് ചെയ്തു. അപ്പൊ എവിടെ ഏതൊക്കെയാണ്? ഏതാണ്? ഫേലാണ്. പിന്നെ അതിന്റെ സാഹിബുൽ ഹാൽ എവിടെ ഉണ്ട്? ഇഖ്റയിലുള്ള അൻതയാണ് സാഹിബുൽ ഹാല്. ജാലിസൻ ഹാല്. അഹ്മദ് ഉഹിബ്ബു അൻ അഖ്റഅ വാഖിഫൻ. ഉഹിബ്ബു അൻ അഖ്റഅ വാഖിഫൻ. അപ്പൊ അതിലേതാണ് വെർബ്? ഉഹിബ്ബു ആണ്. ഉഹിബ്ബു ആണ് ഫേല്. അത് പിന്നെ സാഹിബുൽ ഹാല് ഉഹിബ്ബു അല്ലല്ല. ഉഹിബ്ബുലുള്ള നോക്കണം. ആരെ കുറിച്ചാണ്? ആരുടെ അവസ്ഥ പറയുന്നത്? എന്റെ അവസ്ഥയല്ല പറയുന്നത്. അപ്പൊ ഹാല് വാഖിഫൻ എന്നുള്ളത് ഹാലാണ്. അന്നഖ്റഅ വാഖിഫൻ. അപ്പൊ യസ്തഈദു വയുബസ്മിലു. യസ്തഈദു വയുബസ്മിലു അത് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇസ്തിആദ അല്ലെങ്കിൽ ഇസ്തആദ എന്ന് പറഞ്ഞാൽ അഭയം തേടി എന്നുള്ള ഫേലാണ്. ഇസ്തആദ യസ്തഈദു അഭയം തേടുന്നു. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നതിനാണ് ഇസ്തആദ എന്ന് പറയുന്നത്. കാരണം അല്ലാഹു തആല ഖുർആനുൽ കരീം ഇത് പറഞ്ഞു, വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി എന്ന് പറഞ്ഞു. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ അഭയം തേടുക എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് യസ്തഈദു എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അഭയം തേടുന്നു എന്ന് പറയലാണ്. അതേസമയം യുബസ്മിലു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയലാണ്. അതിനെന്താ പറയാ? അതിന് പിന്നെ അതിന്റെ മസ്ദർ എന്താണ്? ബസ്മലത്തുൻ എന്നാണ്. ബസ്മലത്തുൻ എന്നാണ്. അപ്പൊ ബസ്മല യുബസ്മിലു എന്നാണ് ആ ക്രിയ ഉപയോഗിക്കുന്നത്. അപ്പൊ ബസ്മല യുബസ്മിലു. ബിസ്മില്ല എന്ന് പറഞ്ഞു. അത് ഇതെല്ലാം എന്താണ്? ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ഖുർആന്റെ ആഗമനത്തിന് ശേഷം വന്ന പ്രയോഗങ്ങളാണ്. ഇസ്തആദയും യുബസ്മിലു എന്നൊക്കെ പറഞ്ഞത് പിന്നീട് വന്ന പ്രയോഗങ്ങളാണ്. നമ്മുടെ മലയാളത്തിൽ ആഴുതയല്ല, ബിസ്മിയല്ല എന്ന് പറയുമല്ലോ എന്ന് പറയുന്ന പോലെയാണ് ബസ്മല എന്നുള്ള പ്രയോഗം അവിടെ. റബ്ബിഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ. റബ്ബിഗ്ഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ. നമ്മളെ വിഷയം എന്താണ് ഇവിടെ ഉള്ളത്? അതെ, ദഖല മുഅ്മിനൻ. ദഖല മുഅ്മിനൻ ആണ് ഇവിടെ ഉള്ളത്. ദഖല എന്നത് ഫേലാണ്. അതിൻ്റെ അകത്തുള്ള ഹുവയാണ് സാഹിബുൽ ഹാല്. മുഅ്മിനൻ എന്നത് ഹാല്. വിശ്വാസിയായ നിലയിൽ എന്റെ വീട്ടിൽ പ്രവേശിച്ചവനും. അവർക്ക് എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണമെന്ന്. റബ്ബിഗ്ഫിർ ലീ
എനിക്ക് നീ പുറത്തു തരണമേ, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും, വലിമൻ ദഖല ബൈത്തിയ എന്റെ വീട്ടിൽ മുഅ്മിനായി പ്രവേശിച്ചവർക്കും. ആര് പറഞ്ഞതാ? നൂഹ് നബി അലൈഹി സ്വലാം. നമ്മൾ അവിടെ നിർത്താം. അപ്പൊ ഈ ഹാല് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഖുർആൻ വായിക്കുക. വാവൽ ഹാലിലേക്ക് തൽക്കാലം പോകണ്ട. നമ്മൾ ഫേലും സാഹിബുൽ ഫേലും ഹാലും ഉള്ളത് വെച്ച് നോക്കുക. സാഹിബുൽ ഹാലും ഫിഅലും ഹാലും സാഹിബുൽ ഹാലും ഉള്ള സംഗതികൾ വെച്ചുകൊണ്ട് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹാലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഈ പാഠം വായിച്ചു ചേർന്നിട്ട് പിന്നെ അതിലേക്ക് പോകാം. ഇതിൽ തന്നെ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനും അറബി ഭാഷ ആഴത്തിൽ ഗ്രഹിക്കാനും പഠിക്കാനും പ്രയോഗിക്കാനും അതുപയോഗിച്ച് അനന്തമായി കിടക്കുന്ന വിജ്ഞാന ശാഖകളിലേക്ക് കടന്നു ചെല്ലാനും അതൊക്കെ ആർജിക്കാനും ജ്ഞാനം ശേഖരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആഴത്തിൽ ചിന്തയുണ്ടാകും, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഖുർആൻ നമുക്ക് ശരിക്കും ഗ്രഹിക്കാൻ നൽകും, പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അല്ലദീനാത്തിനഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവത്തി എന്ന് പറഞ്ഞതുപോലെ തിലാവത്തിന്റെ ഹക്ക് അനുസരിച്ച് നമുക്ക് അതിനോടുള്ള ബാധ്യത അനുസരിച്ച് എങ്ങനെ വായിക്കണമെന്നതിന്റെ ആത്മാർത്ഥം അനുസരിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ അഫലയതദബ്ബറൂന ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്ന് ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, അത് ലോക്ക്ഡൌണിലാണോ എന്ന് ചോദിച്ചത്. അവിടെ നമുക്ക് അതിന് പകരം ചിന്തിച്ചുകൊണ്ട് വായിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ലെസൺ 13 ഇത് മീനിങ്സ് ഒന്നും വായിച്ചിട്ടില്ലല്ലോ. മീനിങ് ഒന്നില്ലേ? മറന്നുപോയാന്ന് തോന്നുന്നു. നൗഫലിനോട് ചോദിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ ഈ കീ ടു ദുറൂസുൽ അത്തുൽ അറബിയ എന്നുള്ളതിന്റെ അതിന്റെ മീനിങ് ഉള്ള ഇതുണ്ടാവില്ലേ സാർ? അത് നമുക്ക് കിട്ടില്ല. അത് മീനിങ് ഉള്ളത് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഗൈഡ് വാങ്ങിയത്. പക്ഷെ സെക്കൻഡ് പാർട്ടില് ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഗൈഡിലെ കൂടെ എന്തുണ്ടായിരുന്നു? വേർഡ് മീനിങ് ഉണ്ടായിരുന്നു. അത് മീനിങ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ബുക്ക് വാങ്ങാനുള്ള മെയിൻ കാരണം. പക്ഷെ അതിനകത്ത് വാങ്ങിക്കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോഴേ അതില് പാർട്ട് 3 മാത്രം എന്തില്ല, വൊക്കാബുലറി ഇല്ല, സെപ്പറേറ്റും വരുന്നില്ല, ഒന്നിലും വരുന്നില്ല. അല്ല, സെപ്പറേറ്റ് വരുന്നില്ല. സെപ്പറേറ്റ് അവർ ഇറക്കിയിരിക്കുന്നത് എന്താ പറയാ, ഗ്ലോസറി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ബുക്കാണ് ഇറക്കിയിരിക്കുന്നത്. അത് ഈ പാഠത്തിന്റെ ഓർഡറിലല്ലാതെ വരുന്നത്. അതുകൊണ്ട് നമുക്കത് പഠിക്കാൻ പാടാണ്. ഡിക്ഷണറി പോലെയാണ് വന്നിരിക്കുന്നത്. നൗഫലയക്കുന്നതിലും കുറെയൊക്കെ മറ്റ് വേർഡ്സ് ഉണ്ട്. പക്ഷെ അപ്പൊ ഇതിൽ നിന്ന് ഈ ലെസണിലുള്ള കൂടാതെ വേറെയും കുറെ ലെസണിലുള്ളത് തന്നെയാണ്. അതെ, കുറെയൊക്കെ വേറെ വേർഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പാഠത്തിലും എക്സസൈസിലും ഉള്ള വാക്കുകളാണ് വരുന്നത്. അതെയാ, നൗഫലയക്കുന്നില്ല. പാഠത്തിലും എക്സസൈസിലുള്ളത് ഈ പറഞ്ഞ ഈ ബുക്കില്ലേ, നമ്മൾ ഈ വായിക്കുന്ന ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പുസ്തകത്തിന്റെ ഭാഗമാണ് നൗഫൽ അയക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ നിന്നും ഇത് ഫയലാക്കാൻ പാടാണ്. അത് ടാബോ ഫോണോ വെച്ചിട്ട് കോപ്പി ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ വായിച്ചില്ലേ പേജ് 280. ഇതിൽ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. എക്സസൈസിന്റെ അവസാനമാണ് ഈ വാക്കുള്ളത്. നിങ്ങൾക്ക് ഈ പുസ്തകം ഇങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് അയച്ചു തരാം ഞാൻ. ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ഹെവി ആണെന്നേ ഉള്ളൂ, അതുകൊണ്ട് വാട്സപ്പിൽ അയക്കാൻ പറ്റില്ല. കാരണം ഇത് അവർ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. നെറ്റിന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഇതിന്റെ പേജാക്കി മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പേജാക്കി മാറ്റിയിട്ടാണ് നമ്മൾ അയക്കുന്നത് സാധാരണ. മറ്റു പാഠങ്ങളൊക്കെ അയച്ചു കൊടുക്കും. നൗഫലിനോട് അയക്കാൻ പറഞ്ഞാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.